അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, രണ്ടാമത്തെ വിഭാഗമാരാ? ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയ്ക്കും മനസ്സിന്റെ കുളിർമയുണ്ടാകുന്ന രണ്ടാമത്തെ വിഭാഗം. നല്ലതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാകണോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വളഉ സാബിഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി തന്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മാതാപിതാക്കള് രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാ അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു വിട്ട ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ആരോടാ പറയുന്നത്? പെണ്ണാണെന്നറിഞ്ഞ അപ്പൊ തന്നെ കലയാൻ നോക്കുന്നവരോടാ. ഇതാരാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പെൺകുട്ടികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പക്കറ്റിന് സമയമായില്ലേ? ഇരിപ്പുറക്കണില്ല. ശരി, എല്ലാരും ഒന്ന് പോക്കറ്റ് കൈ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന രാവ് അല്ലാഹു കരുണ ചെയ്ത സദസ്സായത്. പെയ്ത മഴ അല്ലാഹു നിർത്തി തന്നിരിക്കുന്നത് ഈ സദസ്സിന്റെ മഹത്വം നിനക്ക് മനസ്സിലാക്കാനാ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. അല്ലാഹുവേ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹ്. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. മംഗലാപുരത്ത് കൊണ്ടിട്ടപ്പോ ഡോക്ടർ പറയുന്നു, വേണമെങ്കിൽ കൊണ്ടുപോക്കോ, ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ 1000ന്റെ നോട്ടും കൊണ്ട് വരുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കണല്ലേ. 2 കിഡ്നിയും തകർന്നുപോയി, മാറ്റിവെക്കാം 30-35 ലക്ഷവും. ആ സമയത്ത് 500 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ അതങ്ങ് ശിഫയാക്കുന്നതല്ലേ. കൊടുക്കുമോനെ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ മുത്ത് നബിയല്ലേ പറഞ്ഞ്. എന്തിനാ സഹോദര ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന കുറച്ച് മക്കള് വരാറുണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പോടെ വന്നു. കുറച്ച് പെൺകുട്ടികളല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായി ദീൻ പഠിക്കുന്ന ഇന്നത്തെ പെൺമക്കളുടെ അവസ്ഥയൊക്കെ അറിയാലോ. അങ്ങനത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവെ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് മക്കൾ ഇവിടെ പഠിക്കാൻ വരും. ആ മക്കൾക്ക് വേണ്ടിയല്ലേ. അൽഹംദുലില്ലാഹ്, മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. അള്ളാഹു നിങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവനെ, എത്ര പെട്ടെന്നാ മനുഷ്യന്മാര് വീണ് മരിച്ചു പോകുന്നത്. എന്റെ ചെറുപ്പക്കാരാ, മോനെ, എത്രയോ ആവശ്യമില്ലാത്ത കാര്യത്തിന് കളയുന്നടാ. ബൈക്കിലൊക്കെ പായുന്നവനല്ലേ മോനെ. എത്രയോ ആക്സിഡന്റുകൾ കണ്ണുകൊണ്ട് കാണുന്നവനല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മക്കളെ, വിപത്തുകൾ അള്ളാഹു തട്ടിത്തരുമടാ. ഈ അടുത്തല്ലേ സുള്ളിയത്ത് പടച്ചവനെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന 2 ചെറുപ്പക്കാർ, അതിനെ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ 3-4 എത്രയോ ആക്സിഡന്റുകൾ നമ്മൾ കാണുന്നു. സഹോദര, നമ്മളും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു നല്ല സ്വതക്ക, ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടിയാണ് തമ്പുരാനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നു. കരുണക്കടലായ അല്ലാഹ്, അവരെ നീ കൈവിടല്ലേ തമ്പുരാന്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ പെയ്യുന്ന മഴത്തുള്ളികൾ കഴുകി ശുദ്ധമാക്കണേ അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്.
പടച്ചറപ്പേ എല്ലാ വിപത്തുകളെ തൊട്ട് എല്ലാ സിർറുകളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിടുന്ന മാതാപിതാക്കളോ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലിരിക്കുകയാണ്. മുത്തുനബി അതാ പള്ളിയിലിരിക്കുമ്പോ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു പൊന്നുമോനുണ്ടല്ലോ, അതാ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിൽ വാപ്പ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ആൺകുട്ടിയുണ്ടല്ലോ, ഓടി വന്ന് വാപ്പാടെ ചാരത്ത് വന്നപ്പോ വാപ്പയതാ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തി. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. മകൻ ഓടി വന്നു, വാപ്പ തന്റെ മകന്റെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി. കുറെ സമയം കഴിയുമ്പോ ആ മനുഷ്യന്റെ പൊന്നാര മകള് വാപ്പാടെ അടുക്കലേക്ക് വരികയാ. ആ മനുഷ്യന്റെ പെൺകുട്ടിയുണ്ടല്ലോ, ആ പൊന്നുമോള് ഉപ്പാന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ മനുഷ്യനതാ പൊന്നുമോളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് താഴെ ഇരുത്തി. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കാണുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മാ അദൽ തീ. അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ സ്വഹാബിയോട് വിളിച്ചു പറഞ്ഞു, നീ നീതി കാണിക്ക്, നീ നീതി കാണിക്ക്. ഒന്നുകിൽ രണ്ടു മക്കളെയും താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മകളെയും നീ മടിയിലേക്ക് കയറ്റി ഇരുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന് പെൺമക്കളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പൊന്നാര മകളോട്, പെണ്ണായ ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുത്തുനബി വീട്ടിലേക്ക് കേറി വരുമ്പോ ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുമായിരുന്നു. മുത്തുനബി തന്റെ ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. ഫാത്തിമ ബീബി വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, പെൺമക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെൺമക്കളാ ഉസ്താദേ. ആണ് വേണം, ആണ് വേണം, ആദ്യത്തെ പ്രസവമാണാകണം, ആദ്യത്തെ പ്രസവമാണാകണം. ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് വേണം, എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണല്ലേ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ, ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇല്ല. രണ്ട് പെൺമക്കളെ. അപ്പോ എല്ലാരും വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. എല്ലാരും വിചാരിക്കും ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് ഒന്നേ ഉള്ളു, കിട്ടുവോ? ആ, ചിലപ്പം കിട്ടും തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്, എന്തേ രണ്ട് പെൺമക്കളെ നേരെ ചുവ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ട സ്വർഗം കിട്ടുമെന്ന് മുത്തുനബി പറയുമ്പോ മനസ്സിലാക്കണം, രണ്ട് പെൺമക്കളെ ഇതുപോലെ വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ അതൊരു ജിഹാദ് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെൺമക്കളെ നല്ല നിലയിലങ്ങട്ട് വളർത്താ, അല്ലാഹുവേ, വാപ്പാടെ ഉമ്മാടെ നെഞ്ച് ഇങ്ങനെ അങ്ങോട്ട് പിടയ്ക്കും.